ഹലോ നമസ്കാരം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മഴത്തോര് മുംബൈയിൽ ഇനി വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അതായത് മുത്തശ്ശിയും കൂട്ടിയിട്ട് വൈജ വീട് വിട്ട് പോയേക്കാണ്. അലീനയും കൂട്ടിയിട്ട് ബാലചന്ദ്രൻ തിരിച്ചു വന്നതിൻ്റെ ഒരു പ്രതികാരം എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത്. ഇനി എന്താണെങ്കിലും അലീനയെ പറഞ്ഞയച്ചാൽ മാത്രമേ ആ വീട്ടിലേക്ക് കയറി ചെല്ലൂ എന്നാണ് വൈജയന്തിയുടെ തീരുമാനം കേട്ടോ. പക്ഷേ അത് എത്രത്തോളം നടത്തിയെടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ വൈജ തീരുമാനിച്ചിറങ്ങിയേക്കാണ് ശിവേട്ടനെ വിളിച്ചു വരുത്തണം, അതുപോലെ രാജീവിനെ വീണ്ടും വിളിച്ചു വരുത്തണം, എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇനി അങ്ങോട്ടേക്ക് പോവത്തുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് വൈജയന്തി. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം നമ്മുടെ വൈജയന്തിയും കമലയൊക്കെ കൂടി ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ കമലയ്ക്കാണെങ്കിൽ ഇവർ തിരിച്ച് വീട്ടിലേക്ക് വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല കേട്ടോ. കാരണം ഭയങ്കര എക്സ്പെൻസാണ്, പിന്നെ പ്രൈവസി പോകും. അതുകൊണ്ട് വൈജയെ ഒന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. ഇപ്പം അലീനയുടെ ഒരു കേസ് വന്നതുകൊണ്ട് മാത്രം സപ്പോർട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ശിവേട്ടനെ വിളിക്കുന്നുണ്ട്. ശിവേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഉടനെ തന്നെ വരാം. അപ്പോൾ രാജീവ് ഏതായാലും തിരിച്ച് പോയില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ രാജീവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് ശിവേട്ടൻ. അങ്ങനെ രാജീവും ശിവേട്ടനും കൂടെ തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ. വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ട്. അങ്ങനെ വൈജയുമായിട്ട് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. വൈജയന്തി പറയുന്നുണ്ട് ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു പോകത്തില്ല ശിവേട്ട, ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തിരിച്ചു പോകത്തില്ല. കാരണം ഞാൻ തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിമാൻഡ് അംഗീകരിക്കണം, അലീനെ അവിടെ നിന്ന് പറഞ്ഞയച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയാട്ടോ. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട് ഞാനൊന്ന് സംസാരിക്കാൻ ബാലചന്ദ്രനോട്, അയാൾ ഇങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ, എന്തിനാണ് അയാൾ ഇങ്ങനെ വാശി കാണിക്കുന്നത്, അതുകൊണ്ട് സംസാരിക്കാം, അലീന ആരാണ് അയാളുടെ എന്നൊക്കെ പറഞ്ഞ് ശിവേട്ടനും ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. എനിക്ക് വൈജ പറയുന്നുണ്ട് എനിക്ക് 3 ആങ്ങളമാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഗംഗേട്ടനാണെങ്കിൽ വന്ന് എന്നെയല്ല സപ്പോർട്ട് ചെയ്യുന്നത്, ഗംഗേട്ടൻ ബാലചന്ദ്രനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയട്ടോ. അപ്പം ആഗ്രയിലെ കാര്യങ്ങളൊന്നും അവിടെ വെച്ച് പറയാൻ പറ്റില്ല, കാരണം കമലയുണ്ട് കേട്ടോ. ആ സമയത്ത് കമലയും പറയുന്നുണ്ട് ഗംഗേട്ടൻ ആ ചെയ്തത് ഒട്ടും ശരിയായില്ല ശിവേട്ടൻ ഗംഗേട്ടനോട് ഒന്ന് ചോദിക്കണം, എന്തിനാണ് വൈജയെ തല്ലിയിട്ട് പോയത് എന്ന് ചോദിക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ ശിവേട്ടൻ ചോദിക്കുന്നുണ്ട് ഗംഗേട്ടൻ നിന്നെ തല്ലണമെന്നുണ്ടെങ്കിൽ അതിന് തക്ക കാരണം ഉണ്ടായിരിക്കും, ഗംഗേട്ടൻ വെറുതെ ഒന്നും തല്ലത്തില്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നീ എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, അവരെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയാട്ടോ. അപ്പോൾ ഗംഗേട്ടൻ ആ സമയത്ത് ആഗ്രയിൽ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാണ് വൈജ കേട്ടോ. അപ്പോൾ കമലയ്ക്ക് എന്തോ ഡൗട്ട് തോന്നുന്നു കേട്ടോ, എന്താ വൈജ നീ പറയാൻ വന്നിട്ട് നിർത്തിയത്? ഒന്നുമില്ല, ആഗ്രയിൽ പോയി ഞാൻ അവരുടെ കൂടെ കുറേ നാൾ താമസിച്ചതല്ലേ, അതിൻ്റെ ഒരു സ്നേഹം പോലും ഗംഗേട്ടൻ എന്നോട് കാണിച്ചില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശിവേട്ടന് മനസ്സിലാവാണ്. പക്ഷേ രാജീവൻ അത് അറിയാം, രാജീവനോട് പറഞ്ഞിട്ടുണ്ടല്ലോ വൈജ നേരത്തെ തന്നെ. അങ്ങനെ ശിവേട്ടൻ പറയുന്നുണ്ട് ശരി ഞാൻ സംസാരിക്കാം, എനിക്ക് ആദ്യം ബാലചന്ദ്രനോട് സംസാരിക്കണം, എന്നിട്ട് വേണം അവളോടും അതേപോലെ സംസാരിക്കണം, എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ബാലചന്ദ്രനോടും അലീനയോടും ഒക്കെ സംസാരിക്കാനും പ്രശ്നം സോൾവ് ചെയ്യാനും അലീനയെ അവിടെ നിന്ന് പറഞ്ഞയക്കാനും ഒക്കെയാണ് അവരുടെ തീരുമാനം കേട്ടോ. പക്ഷെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ എന്ന് പറയുന്നത് പോലെ 2 പേരും പോയതുപോലെ തന്നെ തിരിച്ചു വരാനുള്ള പോക്കാണ് ഈ പോകുന്നത് കേട്ടോ. കാരണം ബാലചന്ദ്രൻ അണ്ണാക്കി കയറി കൊടുക്കുന്നുണ്ട് 2 ആൾക്കും. അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ പറയുന്നത്. അതുകൊണ്ട് ആരും സ്റ്റോറി സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഒരു കിടിലൻ എപ്പിസോഡാണ്. ശിവേട്ടനാണെങ്കിലും രാജീവാണെങ്കിലും വൈജയന്തിയുടെ ആ പാസ്റ്റ് കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ മനസ്സിലാക്കി എന്നുള്ളത് മാത്രമല്ല, അലീന അവരുടെ മകളാണ് എന്നുള്ള കാര്യം കൂടി തിരിച്ചറിയാൻ പോവാട്ടോ. അപ്പോൾ വലിയ ഒരു സൂചനയെ കൊടുക്കുന്നുള്ളൂ, അലീനയാണ് ആ കുട്ടി എന്നുള്ളത്, അല്ലാതെ ഓപ്പണായിട്ട് പറയുന്നൊന്നുമില്ല. പക്ഷേ നല്ല പണി കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. അങ്ങനെ ഇവർ 2 പേരും കൂടെ പോവാനായിട്ട് തയ്യാറാകുമ്പോൾ മനു പറയുന്നുണ്ട് അച്ഛാ അങ്കിളിൻ്റെ അടുത്തേക്ക് പോകുന്നതൊക്കെ കൊള്ളാം, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന ട്യൂണ് മാറിക്കഴിഞ്ഞാൽ അങ്കിള്
എന്താണ് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ അങ്കിളിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ യാതൊരു തെറ്റും കാണുന്നില്ല. ഒരു പാവൻ പെൺകുട്ടിയോട് എല്ലാവരും കൂടി ചെയ്ത ഒരു ക്രൂരത, അല്ലെങ്കിൽ തന്നെ അലീന എന്ത് തെറ്റാണ് എല്ലാവരോടും ചെയ്തത്? വൈജി ആൻറ്റിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നതാണ് ഒരു തെറ്റ്. ആ ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണമോ ആ പെണ്ണിന് ഇത്തിരി സൗന്ദര്യം കൂടിപ്പോയത്, അതൊരു തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ന്യായമായ കാര്യമാണോ? അവളാണെങ്കിൽ എല്ലാ ജോലിയും അത്രയും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും സ്നേഹിക്കുന്നു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിലൊന്നും ആർക്കും ഒരു എതിരഭിപ്രായമില്ല. ഇവിടെ ആകെ അലീന ചെയ്ത ഒരു തെറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റും പറയാൻ മാത്രമില്ല. പക്ഷേ എന്താ പ്രശ്നം? വൈജി ആൻറ്റിക്ക് ഇഷ്ടമല്ല, അത്രയേ ഉള്ളൂ. അതിനാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഗൂഢാലോചന നടത്തി ഇങ്ങനെ പടിയടച്ച് പിണ്ടം വെക്കാനൊക്കെ പോകുന്നത് എന്ന് മനു ചോദിക്കുമ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, മനു അത് നീ പറയുന്നത് പോലെയല്ല. ആ പെൺകുട്ടി ഒരു തെറ്റും ചെയ്തില്ലായിരിക്കാം, പക്ഷേ വൈജയന്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ബാലചന്ദ്രൻ എന്തിനാണ് അവൾ അവിടെ പിടിച്ചു നിർത്തുന്നത് എന്ന് ചോദിക്കുകയാണ് ശിവേട്ടൻ. അപ്പോൾ മനു പറയുന്നുണ്ട്, അച്ഛാ അത് എനിക്കും സംശയമുള്ള കാര്യമാണ് എന്താണെന്നുള്ളത്. പക്ഷേ നിങ്ങളൊന്നും കരുതുന്നത് പോലെ അതൊരു മോശം ബന്ധമൊന്നുമല്ല. ഒരച്ഛൻ മകൾക്ക് എങ്ങനെയാണോ കെയർ കൊടുക്കുന്നത്, എങ്ങനെയാണോ ഒരു മകളെ സ്നേഹിക്കുന്നത്, ആ ഒരു സ്നേഹമാണ് അവർ തമ്മിൽ. ഒരച്ഛനെ എങ്ങനെയാണോ സ്നേഹിക്കേണ്ടത്, ഒരച്ഛനെ എങ്ങനെയാണോ പരിചരിക്കേണ്ടത്, ആ ഒരു സ്നേഹവും പരിചരണവും ആണ് അലീന ബാലചന്ദ്രൻ അങ്കിളിനും കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ കയറിയിരിക്കുന്ന ദുഷിപ്പൊന്നും അല്ല എന്ന് പറയണം. അപ്പോൾ കമല അവിടെ വീണ്ടും എടങ്കോലിട കേട്ടോ. മനു നിനക്ക് എന്തറിയാം? ഇങ്ങനെയൊക്കെ ഒരു നരന്ത് പെണ്ണിനെ കയ്യിൽ കിട്ടിയാൽ ചില കിളവന്മാർക്ക് ഇങ്ങനത്തെ സൂക്കേടൊക്കെ ഇളകുമെന്ന് പറയുമ്പോൾ അമ്മയായി പോയി സംസാരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്ന് പറയട്ടോ. അല്ലെങ്കിൽ എന്താടാ നീ എന്നെ തല്ലൂടാ എന്ന് ചോദിക്കുകയാണ് കമല. ചിലപ്പോൾ തല്ലിയെന്നിരിക്കും അമ്മ ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ്. അതുകൊണ്ട് അമ്മ സംസാരിക്കുമ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ അമ്മ സംസാരിക്കല്ലേ. അമ്മ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് വായടച്ച് മിണ്ടാതിരിക്കുക. ആണുങ്ങൾ സംസാരിക്കല്ലേ, അതിനിടയ്ക്ക് കയറി സംസാരിക്കല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ കമലയ്ക്ക് അടി കിട്ടിയതുപോലെ തന്നെയാവും കേട്ടോ ശരിക്കും. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, രാജീവ് പറയുന്നുണ്ട്, മനു നീ ആരോടാ സംസാരിക്കുന്നത്? നിൻ്റെ അമ്മയോടാ എന്ന് പറയുമ്പോൾ ആരോടാണെങ്കിലും പറയേണ്ടിടത്ത് മനു പറയും. അല്ലാതെ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ടൊന്നും ഈ പ്രശ്നം ക്ലിയർ ആവാൻ പോകുന്നില്ല, തീരാൻ പോകുന്നില്ല. ഇത് ആളി കത്തിക്കാനുള്ള പണിയാണ് അമ്മ നോക്കുന്നത്. അതുകൊണ്ടാണ് അമ്മയോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങളെല്ലാവരും കൂടി ഒരു തവണ അലീനെ അവിടെ നിന്ന് ഇറക്കി വിട്ട് അവിടെ മൊത്തം പ്രോബ്ലം സൃഷ്ടിച്ചതല്ലേ. എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത്? പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് എന്ന് പറഞ്ഞതുപോലെ അന്ന് ഒരു സാധാരണ വീട്ടുവേലക്കാരി അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സ് മാത്രമായിരുന്നു അലീന. ഇന്ന് അങ്ങനെയല്ല, അങ്കിളിൻ്റെ ദത്തുപുത്രിയാണ് അലീന. അങ്കിൾ അത് ഡിക്ലെയർ ചെയ്തേക്കാണ്. ഇനി വല്ല രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ദത്തുപുത്രിയാക്കാനൊന്നും പറ്റത്തില്ല മനു എന്ന് പറയാണ് രാജീവ്. അതൊക്കെ പറ്റുമെങ്കിലേ സ്വത്തും സമ്പത്തും ഉണ്ടോ എങ്കിൽ അതൊക്കെ പറ്റും, അതിനൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, തൽക്കാലം നിങ്ങൾ ഇവിടെ കിടന്ന് അടി കൂടണ്ട, നമുക്ക് എന്താണെങ്കിലും ബാലചന്ദ്രൻ്റെ അടുത്ത് പോയി സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഇപ്പം തന്നെ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ രാജീവും അതുപോലെ ശിവേട്ടനും കൂടി പോവുക കേട്ടോ. അപ്പോൾ ഞാൻ വരണോ അങ്കിളെന്ന് ഹരി ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയാണ് ശിവേട്ടൻ പറയുന്നുണ്ട്, നീ വരണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഹരിയോട് പറയുന്നത് കേട്ടോ. അപ്പോൾ മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മനു നീ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരാം, പക്ഷേ നിങ്ങൾ സംസാരിക്കുന്നതിലേക്ക് ഞാൻ വരത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വരാം അത്രമാത്രം എന്ന് പറയണം. അങ്ങനെ മനുവിനെയും കൂട്ടിയിട്ടാണ് രാജീവും അതുപോലെ ശിവേട്ടനും കൂടി പോകുന്നത് കേട്ടോ. അങ്ങനെ കടപ്പാട്ടൂർ വീട്ടിലെത്തുന്ന സമയത്ത് അലീനയും കൃഷ്ണയും ബബിതയും രോഹിത്തും എല്ലാം ഉണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ അലീനയാണെങ്കിൽ എല്ലാ ജോലികളൊക്കെ ചെയ്തു സാധാരണ പോലെ അവിടെ ഇങ്ങനെ നടക്കുകയാണ്. കൃഷ്ണയുടെയും ബബിതയുടെയും രോഹിത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. വൈജയന്തി പോയി എന്ന് വിചാരിച്ചിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഫീലൊന്നുമില്ല കേട്ടോ. അമ്മ വീട്ടിലില്ല, അത്രയേ ഉള്ളൂ. കാരണം അങ്ങനെ ഒരു ഫീലിങ്സ് വരാത്തത് എന്താണെന്ന് വെച്ചാൽ വൈജയന്തി അവരുടെ കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കിയിരുന്നില്ല. സെർവൻ്റ് ഉണ്ടായിരുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ അലീനയുണ്ട്, അലീന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് അമ്മയെ മിസ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെയും കൃഷ്ണയ്ക്കാണ് എന്തൊക്കെ പറഞ്ഞാലും വൈജയന്തിയെ മിസ് ചെയ്യുന്നത്. അച്ഛൻ്റെ മോളാണെന്ന് പറഞ്ഞാലും കൃഷ്ണ ഒരു പാവം പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അമ്മയോടും ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇല്ലാത്തത് കൊണ്ട് ഒരു വിഷമമൊക്കെ കൃഷ്ണയ്ക്കാണ് പിന്നെയുള്ളത് കേട്ടോ. അങ്ങനെ ഇവർ ചെല്ലുന്ന സമയത്ത് തന്നെ അലീനയെ കാണുന്നുണ്ട്. അപ്പോൾ അലീനയെ ശിവേട്ടൻ ഓൾറെഡി കണ്ടതുകൊണ്ട്
അറിയാം, അലീനയെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ശിവേട്ടൻ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ശിവേട്ടനും രാജീവും മനുവും കൂടിയാണ് വരുന്നത്. അപ്പോൾ അലീന അവരെ നോക്കി ചിരിക്കും നിൽക്കണം കേട്ടോ, മനുവിനെ നോക്കിയിട്ടും ഒക്കെ ആണെങ്കിലും രാജീവിൻ്റെ മുഖത്തൊക്കെ കടന്നല് കുത്തിയതുപോലെ ഭയങ്കര ദേഷ്യം കേട്ടോ. ശിവേട്ടനാണെങ്കിൽ ഒരു ന്യൂട്രലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, വല്ലാണ്ട് ദേഷ്യം കാണിക്കുന്നില്ല, എന്നാൽ വല്ലാണ്ട് അടുപ്പവും കാണിക്കുന്നില്ല. അങ്ങനെ കൃഷ്ണയും ബബിതയൊക്കെ ആ അങ്കിളെ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ശിവേട്ടനോട് സംസാരിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട് ഇന്ന് കാലത്താണ് എത്തിയത് എന്ന് പറയണം. നിങ്ങൾക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ വീട്ടിലാണ്, അതൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല അങ്കിളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു ആണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയുള്ളൂ. അലീനയോട് ഇവരാരും ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ശിവേട്ടൻ ചോദിക്കുന്നുണ്ട് ബബിതയോട് അച്ഛൻ എന്തേലും ചോദിക്കുമ്പോൾ അച്ഛൻ മുകളിലാണ് എന്ന് പറയാട്ടോ. അച്ഛൻ താഴേക്ക് ഇതുവരെ ഇറങ്ങി വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഇറങ്ങി വരും എന്തെങ്കിലും ആവശ്യത്തിന്, അച്ഛൻ താമസിക്കുന്നത് മുകളിലാണ് എന്ന് പറയണം. നിങ്ങളെന്താ എന്നിട്ട് ഈ പ്രശ്നത്തിൽ നിങ്ങളെന്താ പ്രതികരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രതികരിച്ചിരുന്നു, പക്ഷേ അച്ഛനും അമ്മയും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല, രണ്ടുപേരും അമ്മയുടെ ഭാഗത്താണ് കൂടുതലും ശരി എന്ന് ബബിത പറയുമ്പോൾ ആര് പറഞ്ഞു അമ്മയുടെ ഭാഗത്താണ് ശരിയെന്ന്? അച്ഛൻ്റെ ഭാഗത്താണ് 100% ശരി, ബബേച്ചിക്ക് അറിയാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നീ പറ, നിനക്ക് എന്താണ് അറിയാവുന്നത് എന്ന് ചോദിക്കണം. എനിക്ക് പല കാര്യങ്ങളും അറിയാമെങ്കിലേ, പക്ഷേ എനിക്കതൊന്നും പറയാനുള്ള വോയിസ് ഇല്ല, ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങളാരും വിശ്വസിക്കാനും പോകുന്നില്ല, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഓരോന്നും ആരാണോ പറയേണ്ടതെന്നും എപ്പോഴാണ് പറയേണ്ടതെന്നൊക്കെ ഓരോ സമയത്തും അതാത് സമയത്ത് നടന്നോളും. നിങ്ങളിപ്പോൾ അച്ഛനെ കാണാൻ വന്നതല്ലേ, അച്ഛൻ മുകളിലുണ്ട് എന്ന് പറയാണ് കൃഷ്ണ. അപ്പോൾ കൃഷ്ണയുടെ ഈ പക്വമായ മറുപടിയൊക്കെ അവർക്ക് തെല്ല അത്ഭുതം ഉണ്ടാക്കുന്നുണ്ടോ. കാരണം എപ്പോൾ വരുമ്പോഴും കൃഷ്ണ ഒരു കുഞ്ഞാണ്, ഒരു കുട്ടിക്കളി അങ്ങനെ എങ്ങാണ്ട് കൊഞ്ചിക്കൊഴിഞ്ഞൊക്കെ അങ്ങനെ ഒരു ക്യൂട്ട്നെസ് ആയെങ്ങാണ്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കൃഷ്ണയ്ക്ക് കൂടുതൽ പക്വത വെച്ചു എന്ന് കണ്ടപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട് നീ പണ്ടത്തെ കൃഷ്ണമോളല്ല കേട്ടോ, നീ ഇപ്പോൾ ഒന്നും കൂടെ വലിയൊരു കുട്ടിയായി, വളരെ വലിയൊരാളായതുപോലെയാണ് നീ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചില തിരിച്ചറിവുകളും ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ സ്വയം മാറിപ്പോകുന്നതാണ് അങ്കിളെ എന്ന് പറയാണ് കൃഷ്ണ. അപ്പോൾ ഇവളുടെ ഉള്ളിലും എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനുവിനും മനസ്സിലാവും കേട്ടോ. മനു ആ സമയത്ത് അലീനയെ നോക്കുന്നുണ്ട്, അലീനയും ആകെ അതിശയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്നാൽ ഞങ്ങൾ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശിവേട്ടനും രാജീവും കൂടെ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട് അലീന ചോദിക്കേണ്ടി വരും അച്ഛനോട്, ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയേണ്ടി വരും, അങ്ങനെയൊക്കെ നിയമമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ചിലപ്പോൾ അച്ഛന് ദേഷ്യപ്പെടും എന്ന് പറയുമ്പോൾ എന്നാൽ ഞങ്ങൾ ആ ദേഷ്യം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പോയതിന് ശേഷം മനു വന്നിട്ട് കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് കൃഷ്ണ ഈ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ നിനക്ക് എവിടുന്ന് സംസാരിക്കാൻ പറ്റിയെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റി മനുവേട്ടാ, കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയാണ് കൃഷ്ണ. എന്നിട്ട് കൃഷ്ണ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ബബിതയും രോഹിതൊക്കെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അലീന മാത്രമായല്ലോ. അപ്പോൾ അലീനയുടെ അടുത്ത് ചെന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് താൻ എന്താടോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നോട് ആരും ഒന്നും സംസാരിക്കുന്നില്ല മനുവേട്ടാ, പിന്നെ ഞാൻ എന്താ മിണ്ടേണ്ടത് എന്ന് ചോദിക്കാം. മനുവേട്ടൻ എന്നാ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. ഞാൻ ഇന്നലെ ആടോ വന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എന്താ ഇപ്പോൾ പ്രശ്നം, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണോ വന്നേക്കണേന്ന് ചോദിക്കുമ്പോൾ അതല്ലാതെ വേറെ എന്താ പുതിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയണം മനു. പക്ഷേ സാധ്യതയില്ല മനുവേട്ടാ, എന്നെ ഒരിക്കലും സാർ ഇവിടുന്ന് പറഞ്ഞയക്കാനുള്ള യാതൊരു സാധ്യതയില്ല എന്ന് പറയട്ടോ. അതെന്താണോ അങ്ങനെ, എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തൻ്റെ കുടുംബം അല്ലേ വലുത് എന്നല്ലേ ആരാണെങ്കിലും ചിന്തിക്കുള്ളൂ. പിന്നെ അങ്കിൾ എന്താണ് തന്നെ ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ട് നിന്നെ ദത്തെടുത്തുകൊണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ നിർത്തുന്നത്, ആൻറ്റിയോട് വാശി കാണിക്കാൻ, അതിന് മാത്രം എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത് എന്ന് മനു ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാനാ മനുവേട്ടാന്ന് പറയുമ്പോൾ തനിക്ക് അറിയില്ല എന്നൊന്ന് പറഞ്ഞ് എന്നെ പൊട്ടനാക്കാൻ നോക്കണ്ട, എനിക്കും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, നിനക്കും കുറേ കാര്യങ്ങളൊക്കെ അറിയാമെന്ന്, നീ പറയാത്തതാണ് എന്ന് എനിക്കറിയാം, എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കണ്ടുപിടിച്ചോളാം എന്ന് പറയണം മനു. എന്താണെങ്കിലും അവർ സംസാരിക്കാൻ പോയിട്ടുണ്ടല്ലോ, എന്താണ് ഇവർ സംസാരിച്ചിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് പറയാട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് ശിവേട്ടനും ശിവദാസും അതുപോലെ രാജീവും കൂടിയിട്ടാണ്. അപ്പോൾ ഡോറ് നോക്ക് ചെയ്യുമ്പോൾ കയറി പോരെ എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കയറി വന്നത് കണ്ടപ്പോൾ തന്നെ ബാലചന്ദ്രന് കാര്യം മനസ്സിലാവുകയാണ്. നിങ്ങളായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവദാസ് പറയുന്നുണ്ട് പിന്നെ ബാലചന്ദ്രൻ ആരെയാണ് പ്രതീക്ഷിച്ചത്, ഞാൻ കരുതി അലീനയെ ആയിരിക്കും, അലീന അല്ലാണ്ട് വേറെ ആരും അങ്ങനെ ഇങ്ങോട്ടേക്ക് വരാറില്ല എന്ന് പറയണം. അത് ബാലചന്ദ്രൻ ഉണ്ടാക്കി വെച്ച ഒരു നിയമമല്ലേ, അലീന മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നുള്ളത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇവിടെ എല്ലാവരും
കയറി വരുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എപ്പോഴെപ്പോഴും കയറി വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറയണം. അങ്ങനെയല്ലല്ലോ വൈജിയോട് പറഞ്ഞത്, വൈജിക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാൻ പാടില്ല എന്നല്ലേ നിബന്ധന കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അതെ കൊടുത്തു. അതെന്തിനാണ് സ്വന്തം ഭാര്യ ഇങ്ങോട്ടേക്ക് വരണ്ട, വേലക്കാരി ഇങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ വേലക്കാരിയല്ല, അവൾ എൻ്റെ മകളാണ് എന്ന് പറയാണ് ബാലചന്ദ്രൻ. മകൾ എങ്ങനെ, എന്തൊക്കെയാണ് ബാലചന്ദ്രൻ ഇങ്ങനെ വിഡ്ഢിത്തം പറയുന്നത്? അലീന എങ്ങനെ നിങ്ങളുടെ മകളാകും എന്ന് ചോദിക്കുമ്പോൾ അലീന എൻ്റെ മകളുടെ പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്, അവളെ ഞാൻ മകളായിട്ട് കാണുന്നു, അവളെ എന്നെ അച്ഛനായിട്ട് കാണുന്നു, അത്ര മാത്രം മതി എന്ന് പറയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാലചന്ദ്ര? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബമില്ലേ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കള്, ആ ഒരു കുടുംബം, ആ സന്തോഷമൊന്നും നിങ്ങൾക്ക് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും നാളും ഞാൻ സന്തോഷിച്ചില്ലേ, അത് എങ്ങനെയാണെന്ന് ആരും അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ, ഇനി എൻ്റെ സന്തോഷം ഞാൻ തന്നെ കണ്ടെത്താൻ പോവാണ്, അതിൽ കൈകടത്താനായിട്ട് ആരും വരണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ എന്ന് പറയാണ് ശിവേട്ടൻ. രാജീവും അതുപോലെ പറയുന്നു. രാജീവിന് ആണ് കൂടുതൽ ദേഷ്യം കേട്ടോ. ശിവേട്ടനാണെങ്കിൽ കുറച്ച് മയത്തിലാണ്, കാരണം ബാലചന്ദ്രനോട് ഒരു ഇഷ്ടമുള്ളത് ശിവേട്ടന് മാത്രമാണ് കുറച്ചെങ്കിലും. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നു, എന്നെ വഞ്ചിക്കുകയായിരുന്നു, നിങ്ങളും കൂടിയിട്ട് ശിവേട്ട എന്ന് പറയുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്തിരുന്നത് നിങ്ങളെ ആയിരുന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും നിങ്ങളോട് തന്നെയായിരുന്നു, പക്ഷേ ആ നിങ്ങൾ കൂടിയിട്ട് എന്നെ ഇങ്ങനെ പറ്റിക്കുകയായിരുന്നു, ചതിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്, വൈജി എന്ത് തെറ്റാണ് ചെയ്തത്, ഇങ്ങനെ അവളെ അവോയ്ഡ് ചെയ്യാൻ, ഇങ്ങനെ അവളെ അവഗണിക്കാൻ മാത്രം എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും തല താഴ്ത്തിക്കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതിന് മാത്രം എന്ത് തെറ്റാണ് വൈജി ചെയ്തത്, ഞങ്ങൾ ചെയ്തത് നിന്നോട് എന്ന് ചോദിക്കണം. എന്നെ കൊണ്ട് നിങ്ങളത് പറയിപ്പിച്ച് അടങ്ങും എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ പെങ്ങളെ ആഗ്രയിൽ പോയി കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടി ഒരു കൊച്ചിനെ ഉണ്ടാക്കി തിരുവനന്തപുരത്ത് പോയി പെറ്റ് തള്ളിയതൊന്നും ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ രണ്ടു പേർക്കും തലക്കിട്ട് ശക്തമായിട്ട് അടി കിട്ടിയതുപോലെ ഒരു അവസ്ഥയിലാണ് രണ്ടുപേരും നിൽക്കുന്നത് കേട്ടോ. ബാലചന്ദ്ര നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതെ ബാലചന്ദ്രൻ തന്നെയാണ് ഈ സംസാരിക്കുന്നത്, എല്ലാം അറിഞ്ഞ് വെച്ചിട്ട് തന്നെയാണ് ശിവേട്ട ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ നാടകം കളിച്ചത്, വൈജയുടെ മുന്നിൽ നാടകം കളിച്ചത്. നാണമില്ല നിങ്ങൾക്കൊന്നും എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ട്, പെങ്ങളുടെ ജീവിതത്തിനായിട്ട് കൈ നീട്ടാനായിട്ട്. എനിക്ക് നിങ്ങൾ വെറും എച്ചിലല്ലേ വെച്ച് വിളമ്പിയത് ശിവേട്ട എന്ന് പറയട്ടോ. ബാലചന്ദ്ര നീ എന്തൊക്കെയാണ് പറയണത് എന്ന് ചോദിക്കുകയാണ്. രാജീവൻ തന്നെ അടി കിട്ടിയതുപോലെ നിൽക്കട്ടോ, ഒന്നും മിണ്ടാനില്ല രാജീവിനൊന്നും. അപ്പോൾ ശിവേട്ടൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട ശിവേട്ട, എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി. ഞാൻ നീലഗിരിയിൽ പോയിട്ട് ഞാൻ വെറുതെ മനസ്സിലാക്കിയതല്ല, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ഞാൻ നീലഗിരിയിൽ പോയി ഗംഗേട്ടൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എന്നിട്ടാണ് ഞാൻ ഈ തിരിച്ചു വന്നേക്കുന്നത്. ആ എന്നോട് നിങ്ങൾ ഇനിയും നാടകം കളിക്കാൻ നിൽക്കല്ലേ കേട്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടണം. ശരിക്കും എനിക്കന്ന് ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ട് നിങ്ങളുടെ പെങ്ങൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നു, അല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ പെങ്ങളുടെ ഡെഡ് ബോഡി നിങ്ങൾക്ക് കാണേണ്ടി വന്നേനെ, എന്നോട് ചെയ്ത ചതിക്ക് ഞാൻ പകരം വീട്ടിയനെ എന്ന് പറയട്ടോ. അപ്പോൾ ഇതിന് ഒന്നും ഇങ്ങനെ മറുപടി ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കണം. ബാലചന്ദ്രനാണെങ്കിൽ തനിക്ക് കിട്ടിയ അവസരമല്ലേ നന്നായിട്ട് മുതലാക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടി ഒരു എച്ചിലല്ലേ, ഒരു വിഴുപ്പ് പാണ്ടല്ലേ എൻ്റെ ചുമലിൽ കെട്ടിവെച്ചത്. ഞാൻ കരുതി എൻ്റെ പണവും പത്രാസും കണ്ടിട്ട് നിങ്ങളെന്നെ അംഗീകരിച്ചു എന്ന്, പക്ഷെ അങ്ങനെയല്ല എന്ന് ഞാൻ മനസ്സിലാക്കാൻ 23 വർഷമെടുത്തു. നിങ്ങൾ എന്നെ ഒരു കോമാളിയായിട്ട് കണ്ടു. എന്നെ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് വെറും ഞാനൊരു കോമാളിയായിരുന്നു, ഒരു പരിഹാസ കഥാപാത്രമായിരുന്നു. വൈജയുടെ മുന്നിലൊക്കെ ഞാൻ നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ എനിക്കുണ്ടായിരുന്ന സ്ഥാനം എന്തായിരുന്നു ശിവേട്ട? ശിവേട്ടൻ ഒന്ന് പറ. ഒരു പട്ടിയെ പോലെ എന്നോട് പെരുമാറിയിട്ടുണ്ട്, അതായത് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ. ഇവിടെ ഭരണം മുഴുവൻ അവളായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ വിട്ടു നൽകി. എൻ്റെ ഭാര്യ, ഞാൻ ആഗ്രഹിച്ച ജീവിതം, എൻ്റെ മക്കൾ എന്നൊക്കെ കരുതി ഞാൻ വിട്ടുകൊടുത്തു. പക്ഷേ നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ അവളുടെ മുന്നിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാനൊരു വിഡ്ഢിയായിട്ട് അവളുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അവൾ മനസ്സിൽ എന്നെ നോക്കി പരിഹസിക്കുകയായിരുന്നു അല്ലേ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വരുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലൊക്കെ എന്നോടൊരു പുച്ഛമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടും ദേഷ്യപ്പെട്ടും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ. ശിവനാണെങ്കിലും അതുപോലെ രാജീവാണെങ്കിലും മറിച്ചൊന്നും പറയാനില്ലാണ്ട് ഇങ്ങനെ നിൽക്കണം. ആ സമയത്ത് ബാലചന്ദ്രൻ ആ തോക്കെടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിട്ടോ. ഞാൻ അവളെ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞ സമയം മുതൽ ഞാൻ എന്നെ തന്നെ കൊല്ലാനാണ് ആദ്യം നോക്കിയത്. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ എന്തിന് ചാവണം, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എല്ലാവരും കൂടി എന്നോട് ചെയ്ത തെറ്റിന് ഞാൻ മരിക്കണോ എന്നിങ്ങനെ പറയണം. അതുകൊണ്ട് അവളെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ഇനി എൻ്റെ കാര്യങ്ങളിലേക്ക് കൈ കടത്താനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം,
ഞാൻ ഇത്രയും ക്ഷമിച്ചും സഹിച്ചും ഇപ്പോഴും നിൽക്കുന്നത് എൻ്റെ മക്കളെ കുറിച്ചും കൂടി ഓർത്തിട്ടാണ്. പക്ഷേ എനിക്കിനി ഒന്നും നോക്കാനില്ലാതെ വേണമെങ്കിൽ പെരുമാറാം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ കൈകടത്തലുകളുമായിട്ട് നിങ്ങൾ ആരും കയറി വരണ്ട ഈ വീട്ടിലേക്ക്. ഇത് ബാലചന്ദ്രൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ്. ഈ വീട്ടിൽ മറ്റൊരാളുടെ അധികാരം ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. ഇനി ഇവിടെ എൻ്റെ അധികാരമാണ്, ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ ശരി, ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നീതി ന്യായം എന്നൊക്കെ എൻ്റെ മക്കൾ കൂടി എൻ്റെ കൂടെ അംഗീകരിച്ച് നിൽക്കും. ഇപ്പോൾ കൃഷ്ണമോൾക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ കൃഷ്ണമോൾക്കറിയാം എന്ന് പറയട്ടോ. വൈകാതെ ബബിതയും രോഹിത്തും എല്ലാവരും തിരിച്ചറിയും, മക്കളും തിരിച്ചറിയട്ടെ സ്വന്തം അമ്മയുടെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ശിവേട്ടൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര അത് ഒക്കെ കഴിഞ്ഞു പോയില്ലേ, ഇത്രയും വർഷങ്ങളായില്ലേ, താൻ എന്തൊക്കെ പറയണത്, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ, ക്ഷമിക്കാനോ നിങ്ങളോടോ അവളോടോ ഞാൻ ക്ഷമിക്കാനോ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല എന്ന് പറയണം. നിങ്ങൾക്ക് 3 മക്കളില്ലേ, ഒരു കുടുംബമില്ലേ, അത് സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മക്കളൊക്കെ വലുതായി ശിവേട്ട, കുറച്ച് കഴിഞ്ഞാൽ അവരുടേതായ ലോകത്തേക്ക് പോകും എന്ന് പറയണം. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ എന്നെ ചതിക്കുന്ന വഞ്ചിക്കുന്ന ഒരു ഭാര്യ എനിക്ക് ഇനി വേണ്ട എന്ന് തന്നെ പറയണം. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ അറിഞ്ഞു എന്നുള്ളത് പെട്ടെന്ന് പോയി പറ നിങ്ങളുടെ പെങ്ങളെടുത്ത്, എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ ആത്മഹത്യ ചെയ്തോളും എന്നും കൂടി ബാലചന്ദ്രൻ പറയട്ടോ. അപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, ആ ഒരു പേരും പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് അലീനയെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? അലീന നിങ്ങൾക്ക് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, അലീന എനിക്ക് ആരാണെന്നോ, അലീന ആർക്കൊക്കെ ആരാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും തെളിയാനിരിക്കുന്നു, ഇനിയും പറയാനിരിക്കുന്നു, അതൊന്നും ഇപ്പോൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയട്ടോ. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ബാലചന്ദ്ര, ആ കാര്യങ്ങളൊക്കെ, ആ കുഞ്ഞാണെങ്കിൽ ജനിച്ചപ്പോൾ തന്നെ മരിച്ചു പോയി എന്ന് പറയുമ്പോൾ, ആര് പറഞ്ഞു മരിച്ചു പോയെന്ന്? ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ കൊണ്ടുപോയി ആക്കിയില്ലേ നിങ്ങളെന്ന് ചോദിക്കണം. ശരിയാണ്, സമ്മതിച്ചു, പക്ഷെ ആ കുഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു പോവാണ് ഉണ്ടായത് എന്ന് പറയട്ടോ. അതൊക്കെ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതല്ലേ, ആ കുഞ്ഞ് ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട് എന്ന് പറയണം. അത് കേട്ടപ്പോൾ അങ്ങനെ ശിവേട്ടനും രാജീവനും ആകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സ്റ്റോറിയിൽ പറയുന്നുണ്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തിരിച്ച് നമ്മുടെ രാജീവും ശിവേട്ടനൊക്കെ തിരിച്ച് വൈജയുടെ അടുത്ത് ചെന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ബാലചന്ദ്രൻ ഇങ്ങോട്ട് ആഞ്ഞടിച്ചേക്കാണ് ശിവേട്ടൻ്റെയും രാജീവിൻ്റെ അടുത്തേക്ക് കേട്ടോ. എന്താ പറയുക, ആ ഒരു കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇങ്ങനെ ആടി ഒളിഞ്ഞു പോവുകയാണ് ശിവേട്ടനും രാജീവനും. അങ്ങനെ അവസാനം അവർ വീണ്ടും വൈജയന്തിയുടെ അടുത്ത് വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.